ഹായ് ഫ്രണ്ട്സ്, ഈസിഎസ് ലേണിങ്ങിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 9ാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ഫുൽഭനീതി മാം എന്ന പാഠഭാഗമാണ് ഡിസ്കസ് ചെയ്യുന്നത്. വളരെ മനോഹരമായി, വളരെ ലളിതമായി, മലയാളത്തിൽ വളരെ വ്യക്തമായി അർത്ഥം പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ ക്ലാസ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. ഹിന്ദിയിലെ ബേസിക്കായിട്ടുള്ള പല വീഡിയോസും, അക്ഷരങ്ങൾ, ചിഹ്നങ്ങൾ, സർവനാമങ്ങൾ, വിഭക്തി പ്രത്യയങ്ങൾ, ഇതെല്ലാം ചേർന്ന വീഡിയോകൾ എൻ്റെ ചാനലിലുണ്ട്. അപ്പോൾ നിങ്ങൾ ഹോം പേജിൽ പോയിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളത് കാണുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ മുന്നോട്ടുള്ള യാത്ര. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ പാഠഭാഗത്തിലേക്ക് പോകാം. ഇക്കായി ഏക്, പാഠഭാഗം 1. മയ്യ കി ആയി വൃദ്ധാശ്രം സെ ചിട്ടി കൈസേ ഹോ ബേട്ട. 2 പക്ഷികൾ വളരെയധികം പ്രതീക്ഷയോടുകൂടി താഴേക്ക് നോക്കി നിൽക്കുന്ന ഒരു ചിത്രമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അതിന് താഴെ 3 വരിയിലായിട്ട് എഴുതിയിട്ടുണ്ട്. എന്താണ് എഴുതിയിട്ടുള്ളത്? മയ്യ കി ആയി വൃദ്ധാശ്രം സെ ചിട്ടി കൈസേ ഹോ ബേട്ട. മയ്യ, മാം എന്നാണ് അർത്ഥം, അമ്മ. അമ്മയുടെ കത്ത് വൃദ്ധാശ്രമത്തിൽ നിന്നും വന്നു. എന്താണ് അതിൽ എഴുതിയിട്ടുള്ളത്? കൈസേ ഹോ ബേട്ട, മോനെ നിനക്ക് സുഖമല്ലേ? മകൻ വൃദ്ധാശ്രമത്തിൽ കൊണ്ടുചെന്ന് ആക്കിയിട്ടും അവിടെ നിന്ന് തൻ്റെ മകന് കത്തെഴുതുന്ന ഒരമ്മയുടെ മാനസികാവസ്ഥയാണ് നമുക്ക് ഇതിൽ നിന്ന് കാണാൻ കഴിയുന്നത്. അമ്മ എന്തു തന്നെയായാലും അമ്മയാണ് എന്നുള്ള ഒരു സന്ദേശം കൂടി ഇതിൽ ഉണ്ട്. അവിടെ നിന്ന് ഒരു എഴുത്തയച്ചിട്ട് പോലും പറയാണ് മയ്യാക്കി ആയി വൃദ്ധാശ്രം സെ ചിട്ടി കൈസേ ഹോ ബേട്ട. എവിടെ നിന്നാണ് അമ്മ കത്തയക്കുന്നത്? വൃദ്ധാശ്രമത്തിൽ നിന്ന്. എന്നിട്ടും മകനോട് ചോദിക്കുകയാണ് കൈസേ ഹോ ബേട്ട, മോനെ നിനക്ക് സുഖമല്ലേ? വൃദ്ധാശ്രമത്തിനായിട്ട് പോലും തൻ്റെ മകനെക്കുറിച്ചാണ് ആ അമ്മ ചിന്തിക്കുന്നത്. ഇനി നമുക്ക് നേരെ പാഠഭാഗത്തിലേക്ക് പോകാം. ഫുൽഭനീതി മാം, നരേന്ദ്ര പുണ്ടരീക്. നരേന്ദ്ര പുണ്ടരീക്കിൻ്റെ വളരെ മനോഹരമായൊരു കവിതയാണ് ഫുൽഭനീതി മാം. പാലമായിരുന്നു അമ്മ. ഫുൽഭനീതി മാം എന്ന് പറഞ്ഞാൽ പാലമായിരുന്നു അമ്മ. നമുക്ക് നരേന്ദ്ര പുണ്ടരീക്കിനെ കുറിച്ചൊന്ന് പരിചയപ്പെടാം. ആരായിരുന്നു നരേന്ദ്ര പുണ്ടരീക്? 15 जनवरी 1954 को उत्तर प्रदेश के बांदा में जन्म. समकालीन हिंदी कविता के महत्वपूर्ण कवियों में से एक. आलोचना एवं संपादन के क्षेत्र में सक्रिय. 1954 ജനുവരി 15 ഉത്തർപ്രദേശിലെ ബാന്തയിൽ ജനിച്ചു. സമകാലിക ഹിന്ദി കവികളിൽ ശ്രേഷ്ഠനായിരുന്നു അദ്ദേഹം. നിരൂപണം, അതുപോലെ തന്നെ എഡിറ്റിംഗ്, ആലോചന ഏവം സമ്പാദൻ കെ ക്ഷേത്രമേ, ഈ മേഖലയിലൊക്കെ അദ്ദേഹം നന്നായിട്ട് പ്രവർത്തിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രമുഖ കവിതാ സങ്കലൻ, അദ്ദേഹത്തിൻ്റെ പ്രധാന കവിതാ സംഗ്രഹങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. നംഗേ പാവ് കാ രാസ്ത, സാത്തോം ആകാശോं की लाड़ती, इन्हें देखने दो इतनी सी दुनिया, इस प्रतीक को വിരാടത മേ. നംഗേ പാവ് കാ രാസ്ത, അതുപോലെ തന്നെ സാത്തോം ആകാശോं की लाडली, ഇനിയും ദേക്കിനെ ദോ ഇത്തിനി സി ദുനിയ, ഇസ് പൃഥ്വിക്ക് വിരാടതാമേ. ഇത്രയാണ് അദ്ദേഹത്തിൻ്റെ പ്രമുഖ കവിതാ സംഗ്രഹങ്ങൾ. ഫുൽഭനീതി മാം, പാലമായിരുന്നു അമ്മ. ഈ കവിതയിൽ വാർദ്ധക്യ സമയത്ത് അമ്മമാർ മക്കൾക്കൊരു ഭാരമാകുന്നതും അവർ തൻ്റെ മക്കളുടെ കൈകളിൽ മാറി മാറി സംരക്ഷണത്തിൽ പോകുന്നതുമൊക്കെ അതിനെക്കുറിച്ചൊക്കെയുള്ള ഒരു ഭാഗമാണ്. തൻ്റെ അമ്മയെക്കുറിച്ചൊരു മകൻ പറയുന്നതായിട്ടാണ് ഈ കവിതയിലുള്ളത്. അപ്പോൾ നമുക്ക് നേരെ പാഠഭാഗം നോക്കാം. ഫുൽഭനീതി മാം, പുൽ എന്ന് പറഞ്ഞാൽ പാലം, ഭനീതി മാം ആയിരുന്നു അമ്മ. ഫുൽഭനീതി മാം പാലമായിരുന്നു അമ്മ. ഹം ഭായിയോं के बीच फुलभनीति माम, जिसमें आए दिन दौड़ती रहती थी बेधड़क, बिना किसी हरी लाल बत्ती के हम लोगों की चुक चुक चक चक. ഹം ഭായിയോं के बीच, ഭായിയോം എന്ന് പറഞ്ഞാൽ സഹോദരങ്ങൾ, ബീച്ച് ഇടയിൽ, ഹം ഞങ്ങൾ,
പുൽഭനി തീമാം പാലമായിരുന്നു അമ്മ, അല്ലെങ്കിൽ പാലമായി വർത്തിച്ചിരുന്നു അമ്മ. ജിസ്മീം ആയീദീം അതിൽ, ആ പാലത്തിലൂടെ എന്താണ് ആയീദിൻ. ആയീദിൻ എന്ന് പറഞ്ഞാൽ ഓൺ ആൻഡ് ഓഫ് എന്നാണ്. നമുക്ക് തോന്നും ആയി എന്ന് പറഞ്ഞാൽ വരിക, ദിൻ എന്ന ദിവസം. അങ്ങനെയല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആയീദിൻ എന്ന് പറഞ്ഞാൽ ഓൺ ആൻഡ് ഓഫ്. ദൗർത്തി രഹത്തി ഓടിക്കൊണ്ടിരുന്നു. ബേധടക്ക് യാതൊരു തടസ്സവുമില്ലാതെ. ബേധടക്ക് എന്ന് പറഞ്ഞാൽ യാതൊരു തടസ്സവുമില്ലാതെ. ബിന കിസി ഹരിലാൽ ബത്തിക്ക്, ബിന കൂടാതെ, കിസി ഏതൊരു, ഹരി പച്ച, ലാൽ ചുവപ്പ്, ബത്തിക്ക് ലൈറ്റ് എന്നാണ്. ബത്തി എന്ന് പറഞ്ഞാൽ വാക്കർത്ഥം തിരി, ലൈറ്റ് എന്നൊക്കെയാണ്, വിളക്ക് എന്നൊക്കെയുള്ള അർത്ഥമാണ് കേട്ടോ. ഹം ലോഗും കി ചുക് ചുക് ചക് ചക് ഞങ്ങളാകുന്ന തീവണ്ടി. ഇവിടെ ചുക് ചുക് ചക് ചക് എന്ന് പറഞ്ഞ തീവണ്ടിയെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ എന്താണ് പറയുന്നത്? ഹംബായും കി ബീച്ച് പുൽഭനി തീമാം ഞങ്ങൾ സഹോദരങ്ങളുടെ ഇടയിൽ ഒരു പാലമായിരുന്നു അമ്മ. ജിസ്മി ആയി ദിൻ ദൗർത്തിരെത്തി തീ ഭേദടക് അതിൽ ഞങ്ങൾ എന്തു ചെയ്യുമായിരുന്നു? യാതൊരു തടസ്സവുമില്ലാതെ ഓടിക്കൊണ്ടിരുന്നു. ആ പാലമാകുന്ന അമ്മയാകുന്ന പാലത്തിലൂടെ ഞങ്ങൾ യാതൊരു തടസ്സവുമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരുന്നു. പാലം എന്ന് പറഞ്ഞാൽ രണ്ട് തീരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ്. അതുപോലെ തന്നെയാണ് മക്കൾ തമ്മിലുള്ള ഒരു ബന്ധം നിലനിർത്തുന്നത്, അവരുള്ള സാഹോദര്യവും സ്നേഹവും നിലനിർത്തുന്നത് ഇടയിൽ അമ്മ പാലമായി വർത്തിക്കുന്നത് കൊണ്ടാണ്. അപ്പം എന്താ പറയുന്നത്? ബിന കിസി ഹരി ലാൽ ബത്തിക്ക് അവിടെ എന്തില്ല? നമ്മുടെ ട്രാഫിക് ലൈറ്റുകളൊന്നുമില്ല. അതായത് പച്ച ലൈറ്റ് കത്തുക, അല്ലെങ്കിൽ അതാണ് താഴേതിന് പറഞ്ഞാൽ ഓഫ് ആൻഡ് ഓണ്. പച്ചയോ ചുവപ്പോ ലൈറ്റുകൾ ഓണോ ഓഫോ ആകുന്നില്ല അവിടെ. ഹം ലോഗോം കി ചുക് ചുക് ചക് ചക് ഞങ്ങളാകുന്ന തീവണ്ടി അവിടെ യാതൊരു സിഗ്നൽ ലൈറ്റുകളുമില്ലാതെ, ട്രാഫിക് സിഗ്നലുമില്ലാതെ എന്തു ചെയ്യുന്നു? അതായത് ഏത് സമയത്തും ഞങ്ങൾ എന്തു ചെയ്യുന്നു? യാതൊരു തടസ്സവുമില്ലാതെ അമ്മയാകുന്ന പാലത്തിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുന്നു. पिता के बाद हम भाइयों के बीच पुल बनी माम अचानक नहीं टूटी, धीरे धीरे टूटती रही. हम देखते रहे और मानते रहे कि बूढ़ा रही है माम. ഇനി നമുക്ക് രണ്ടാമത്തെ പാരഗ്രാഫ് നോക്കാം. പിതാ കെ ബാദ്, പിതാ അച്ഛൻ, കേക്കർത്ഥം ൻ്റെ, ഉടേ, ഉള്ള, ലേ എന്നാണ്. അപ്പോൾ ഇവിടെ പിതാ കെ ബാദ് അച്ഛന് ശേഷം, ബാദ് എന്ന് പറഞ്ഞാൽ ശേഷം. ഹം ഭായിയും കി ബീച്ച് ഞങ്ങൾ സഹോദരങ്ങളുടെ ഇടയിൽ, ബീച്ച് ഇടയിൽ, പുൽഭനി മാം പാലമായിരുന്നു അമ്മ. അച്ചാനക് നഹീം ടൂട്ടി അച്ചാനക് ജൽദി പെട്ടെന്ന്, നഹീം ഇല്ല, ടൂട്ടി പൊട്ടുക, ടൂട്ടന എന്ന് പറഞ്ഞാൽ പൊട്ടുക, പെട്ടെന്ന് പൊട്ടിയില്ല അമ്മ. ധീരെ ധീരെ പതുക്കെ പതുക്കെ, ധീരെ ധീരെ പതുക്കെ പതുക്കെ, ടൂട്ട്തി രഹി പൊട്ടിക്കൊണ്ടിരുന്നു. ഹം ദേഖ്തേ രഹേ ഞങ്ങൾ കണ്ടുകൊണ്ടിരുന്നു, ദേഖ്ന കാണുക നോക്കുക, ദേഖ്തേ രഹേ ഞങ്ങൾ നോക്കിക്കൊണ്ടിരുന്നു അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരുന്നു, ഔർ മാൻതേ രഹേ ഞങ്ങൾ അംഗീകരിച്ചു കൊണ്ടിരുന്നു. കി ഇടത് സൈഡ് വള്ളി, കി എന്തെന്നാൽ എന്നാണ് അർത്ഥം. വലത് സൈഡ് കി ആണെങ്കിൽ എന്താണ്? ഡേ, ഉടേ, ഉള്ള, ലേ എന്നാണ്. ക, കെ, കി എന്നതിനർത്ഥം കേട്ടോ. ഇവിടെ ഇടത് സൈഡ് വള്ളിക്കി ആയതുകൊണ്ട് എന്തെന്നാൽ എന്നാണ് അർത്ഥം. ബൂഢാ രഹി ഹേ മാം വാർദ്ധക്യത്തിലേക്ക് പോവുകയാണ് അമ്മ. എന്താണ് പറയുന്നത്? പിതാ കെ ബാദ് ഹം ഭായിയോं കെ ബീച്ച് പുൽഭനി മാം അച്ഛന് ശേഷം എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ മരണത്തിന് ശേഷം. പിതാ കെ ബാദ് അച്ഛന് ശേഷം, അച്ഛൻ്റെ മരണത്തിന് ശേഷം എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഹം ഭായിയോं കെ ബീച്ച് പുൽഭനി മാം ഞങ്ങളുടെ ഇടയിൽ ഒരു പാലമായിരുന്നു അമ്മ എന്ന് പറഞ്ഞാൽ അച്ഛന് ശേഷം ഞങ്ങളെ ഒരുമിച്ച് നിർത്തിയിരുന്നത്, സംരക്ഷിച്ചിരുന്നത് അമ്മയായിരുന്നു. അച്ചാനക് നഹീം ടൂട്ടി ആ സമയത്ത് അമ്മ പെട്ടെന്നൊന്നും പൊട്ടിപ്പോയിരുന്നില്ല എന്ന് പറഞ്ഞാൽ ആ സമയത്ത് അമ്മയ്ക്ക് നല്ല
ആരോഗ്യമുണ്ടായിരുന്നു. എന്നാൽ ധീരെ ധീരെ ടൂട്ട്തി രഹി, പതുക്കെ പതുക്കെ അമ്മ പൊട്ടാൻ തുടങ്ങി. എന്ന് പറഞ്ഞാൽ പതുക്കെ പതുക്കെ അമ്മ വാർദ്ധക്യത്തിലേക്ക് വരാൻ തുടങ്ങി. അതായത് പതുക്കെ പതുക്കെ അമ്മയുടെ ആരോഗ്യം ക്ഷയിക്കാൻ തുടങ്ങി. ധീരെ ധീരെ ടൂട്ട്തേ രഹേ, പതുക്കെ പതുക്കെ അമ്മ പൊട്ടിത്തുടങ്ങി. ഹം ദേഖ്തേ രഹേ, അത് ഞങ്ങൾ കണ്ടുകൊണ്ടിരുന്നു. അമ്മയ്ക്ക് വാർദ്ധക്യമാകുന്നത് ഞങ്ങൾ കണ്ടുകൊണ്ടേയിരുന്നു. അവർ മാൻതേ രഹേ, ഞങ്ങൾ അംഗീകരിച്ചിരുന്നു. അമ്മക്ക് വാർദ്ധക്യമായിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യം ഞങ്ങൾ അംഗീകരിക്കുകയും അത് മനസ്സിലാക്കുകയും ചെയ്തിരുന്നു. കി ബൂഡാരി ഹി ഹേ മാം, അമ്മ എന്താവുകയാണ്? വാർദ്ധക്യത്തിലേക്ക് വരികയാണ്, വാർദ്ധക്യമായിക്കൊണ്ടിരിക്കുകയാണ് അമ്മയ്ക്ക് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുകയും അംഗീകരിക്കുകയും ചെയ്തിരുന്നു. അച്ഛന് ശേഷം ഞങ്ങൾ സഹോദരങ്ങളുടെ ഇടയിൽ ഒരു പാലമായിട്ട് അമ്മ വർത്തിച്ചിരുന്നു. അച്ചാനക് നിഹിൻ ടൂട്ടി, പെട്ടെന്ന് അത് പൊട്ടിപ്പോയിരുന്നായിരുന്നു പറഞ്ഞാൽ ആ സമയത്തൊക്കെ അമ്മയ്ക്ക് നല്ല ആരോഗ്യമുണ്ടായിരുന്നു. എന്നാൽ ധീരെ ധീരെ ടൂട്ട്തി രഹി, പതുക്കെ പതുക്കെ അമ്മ പൊട്ടാൻ തുടങ്ങി. ഹം ദേഖ്തേ രഹേ, ഞങ്ങൾ കണ്ടുകൊണ്ടിരുന്നു. അവർ മാൻതേ രഹേ, ഞങ്ങൾ അംഗീകരിച്ചുകൊണ്ടിരുന്നു. എന്തെന്നാൽ പൂടാ രഹി ഹേ മാം, അമ്മ വാർദ്ധക്യത്തിലേക്ക് വരികയാണ് എന്ന്. മാം കി ബാർ ബാർ കഹ്നെ കോ ഹം മാൻകർ ചൽത്തേ രഹേ, ഉൻകി ബൂഢേ ഹോനെ കി ആദത് ഔർ അപ്നെ ഹർ ആവാസ് മേ ധീരെ ധീരെ ടൂട്ട്തി രഹി മാം. അടുത്ത പാരഗ്രാഫ് നോക്കാം നമുക്കല്ലേ. എന്താണ് പറയുന്നത്? മാം കി ബാർ ബാർ കഹിനേക്കോ, അമ്മ വീണ്ടും വീണ്ടും പറയുന്നത്. ബാർ ബാർ വീണ്ടും വീണ്ടും, കഹിന പറയുക. വാർദ്ധക്യമാകുമ്പോൾ അല്ലേ, അങ്ങനെയാണ് പ്രായമായ ആളുകൾ പറഞ്ഞത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. അതാണ് ഇവിടെ ബാർ ബാർ കഹിന എന്ന് പറഞ്ഞാൽ വീണ്ടും വീണ്ടും പറയുക. പറഞ്ഞ കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുക എന്നാണ് അതിനർത്ഥം. ഹം മാൻകർ ചൽത്തേ രഹേ, ഞങ്ങൾ മാൻകർ അംഗീകരിച്ചിട്ട്. കർ എന്ന് പറഞ്ഞാൽ ആ പ്രവൃത്തി ചെയ്തിട്ട് എന്നാണ്. മാൻകർ അംഗീകരിച്ചിട്ട്, ലിഖ്കർ എഴുതിയിട്ട്, പടുക്കർ പഠിച്ചിട്ട്, അങ്ങനെയാണ് പറയാം. മാൻകർ അംഗീകരിച്ചിട്ട്. ചൽത്തേ രഹേ ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു. ഉസ്കി ബൂഢേ ഹോനേക്ക് ആദത്ത്, അവരുടെ ഉസ്കെ ബൂഢേ, ബൂഢേ എന്ന് പറഞ്ഞാൽ വൃദ്ധാവസ്ഥ. ഹോനേക്ക് ആദത്ത്, ആദത്ത് ശീലം, പതിവ് എന്നൊക്കെയുള്ള അർത്ഥമാണ്, സ്വഭാവം. ഔർ അപ്പനി ഹർ ആവാസ് മേ, അപ്പനി തൻ്റെ, ഹർ ഓരോ, ആവാസ് മേ സൗണ്ടിൽ, ധീരെ ധീരെ ടൂട്ട്തി രഹി മാം, പതുക്കെ പതുക്കെ പൊട്ടിക്കൊണ്ടിരുന്നു അമ്മ. എന്താണ് പറയുന്നത്? മാം കി ബാർ ബാർ കഹിനേക്കോ ഹം മാൻകർ ചൽത്തേ രഹേ, അമ്മ വീണ്ടും വീണ്ടും പറയുന്ന കാര്യങ്ങളെ ഞങ്ങൾ അംഗീകരിച്ചു കൊണ്ട് മുന്നോട്ട് പോയി. എന്ന് പറഞ്ഞാൽ വാർദ്ധക്യത്തിലാണ് അമ്മ ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ അമ്മ ഓരോ കാര്യങ്ങളും വീണ്ടും വീണ്ടും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. അതെല്ലാം അമ്മക്ക് വാർദ്ധക്യമാണ്, അമ്മയ്ക്ക് പ്രായമായി എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങൾ അംഗീകരിച്ചു കൊണ്ടേ മുന്നോട്ട് പോയി. ഉസ്കി ബൂഢേ ഹോനേക്ക ആദത്ത് ഔർ അപ്പനി ഹറാവാസ് മേം, അവർ വാർദ്ധക്യത്തിലേക്ക് എത്തി എന്നുള്ളത് അവരുടെ ഓരോ സ്വഭാവത്തിലും അല്ലെങ്കിൽ ഓരോ ശൈലിയിലും ഓരോ സംസാരത്തിലും ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു. ഉസ്കി ബൂഢേ ഹോനേക്ക് ആദത്ത്, അവർ വാർദ്ധക്യത്തിലേക്ക് പോകുന്ന ആ സ്വഭാവം, ആ ശീലം, അവർ അപ്പിനി ഹർ ആവാസ്മേ, അത് അവരുടെ ഓരോ ശബ്ദത്തിലും ഉണ്ടായിരുന്നു. അവർ പറയുന്ന ഓരോ വാക്കുകളിലും അവർ വാർദ്ധക്യത്തിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു. അപ്പനി ഹർ ആവാസ് മേ, തൻ്റെ ഓരോ സൗണ്ടിലും ഓരോ ശബ്ദത്തിലും, ധീരെ ധീരെ ടൂട്ട്തി രഹി മാം, പതുക്കെ പതുക്കെ പൊട്ടിക്കൊണ്ടിരുന്നു അമ്മ. അതായത് പതുക്കെ പതുക്കെ വാർദ്ധക്യത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു അമ്മ. അപ്പോൾ എന്താണ് പറയുന്നത്? വാർദ്ധക്യാവസ്ഥയിൽ ആരും എന്താണ്, ചെറിയ കുട്ടികളെ പോലെയാണ്. അവർ പറഞ്ഞത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. അതാണ് ബാർ ബാർ കഹന എന്ന് പറഞ്ഞത്. അങ്ങനെ അവർക്ക് വാർദ്ധക്യമാണ് എന്ന് അംഗീകരിച്ചു കൊണ്ട് തന്നെ അവർ വീണ്ടും വീണ്ടും പറയുന്ന കാര്യങ്ങളെ ഞങ്ങൾ അംഗീകരിച്ച് മുന്നോട്ട് പോയി. ഉസ്കി ബൂഢേ ഹോനേക്ക് ആദത്ത് ഔർ അപ്നി ഹറാവാസ് മേ, അവർക്ക് വാർദ്ധക്യത്തിലേക്ക് വരുന്നുണ്ട് എന്നുള്ള ആ ഒരു ശീലം, ആ സ്വഭാവം അവരുടെ ഓരോ സൗണ്ടിലും ഉണ്ടായിരുന്നു. ധീരെ ധീരെ ടൂട്ട്തി രഹി മാം, അങ്ങനെ അമ്മ എന്താണ്, എൻ്റെ അമ്മ പതുക്കെ പതുക്കെ വാർദ്ധക്യത്തിലേക്ക് വരികയായിരുന്നു. ഹാത്തോം ഹാത്ത് രഹ്തി മാം, ഏക് ദിൻ ഹമാരി കന്തോ മേ ആ ഗയി, ധീരെ ധീരെ മഹ്സൂസ് കർനെ ലഗേ हम अपने वृषभ खंदों में माम का भारी होना. ഹാത്തോം ഹാത്ത് രഹ്തി മാം, ഓരോ കൈകളിലുമായിരുന്നു അമ്മ താമസിച്ചിരുന്നത്. ഹാത്തോം ഹാത്ത് കൈകൾ, ഹാത്ത് എന്ന് പറഞ്ഞാൽ കൈ,
ഹാത്തോം ഹാത്തിരെത്തിമാം ഓരോ കൈകളിലുമായിരുന്നു അമ്മ താമസിച്ചിരുന്നത്. കൈകളിൽ നിന്ന് കൈകളിലേക്ക് മാറി മാറി പോവുക എന്ന് പറഞ്ഞാൽ അമ്മയുടെ വാർദ്ധക്യാവസ്ഥയിൽ അമ്മയുടെ സംരക്ഷണം ഓരോരോ മക്കളായിട്ടാണ് ഏറ്റെടുത്തിരുന്നത് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതാണ് ഹാത്തോം ഹാത്തിരെത്തിമാം ഓരോ കൈകളിലും അമ്മ താമസിച്ചിരുന്നു എന്ന് പറഞ്ഞത്. ഏക് ദിൻ ഹമാരി കന്തോമേ ആകെ, അങ്ങനെ ഒരു ദിവസം എൻ്റെ ചുമലിൽ വന്നു. ഏക് ദിൻ ഒരു ദിവസം, ഹമാരെ കന്തോമേ ആകെ, കന്ത എന്ന് പറഞ്ഞ ചുമൽ, കന്തോമി ആന എന്ന് പറഞ്ഞ സംരക്ഷണം ഏറ്റെടുക്കുക എന്നാണ് കേട്ടോ. അങ്ങനെ ഒരു ദിവസം അമ്മയുടെ സംരക്ഷണം ഞങ്ങളുടെ ചുമലിലായി. ധീരെ ധീരെ മഹ്സൂസ് കർണേലഖെ, ധീരെ ധീരെ പതുക്കെ പതുക്കെ, മഹ്സൂസ് കർണേലഖെ അനുഭവപ്പെടാൻ തുടങ്ങി. ലഗ്ന ആരംഭിക്കുക, തുടങ്ങുക, മഹ്സൂസ് കർണ അനുഭവപ്പെടുക. ഹം അപ്പിനെ വൃഷഭ് കന്തോമേ മാം കാ ബാരി ഹോന, ഞങ്ങൾക്ക് ഞങ്ങളുടെ ശക്തിയുള്ള ചുമലുകളിൽ, വൃഷഭ് എന്ന് പറഞ്ഞാൽ ദൃഢമായ എന്നുള്ള അർത്ഥമാണ്, ശക്തിയുള്ള ആ ചുമലുകളിൽ മാം കാ ബാരി ഹോന, ആ അമ്മ ഒരു ഭാരമാണ് എന്ന് ഞങ്ങൾക്ക് തോന്നാൻ തുടങ്ങി. ഹാത്തൂം ഹാത്തിരെത്തിമാം, അമ്മ ഈ വൃദ്ധാവസ്ഥയിൽ ഞങ്ങൾ ഓരോരുത്തരുടെയും കൈകളിലായിരുന്നു താമസിച്ചിരുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഓരോരുത്തരായിട്ടായിരുന്നു അമ്മയെ നോക്കിക്കൊണ്ടിരുന്നത്. ഇത് മകൻ ഒരു അമ്മയെക്കുറിച്ച് പറയുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് മകൻ പറയാണ്, വാർദ്ധക്യത്തിലെ ഞങ്ങൾ ഓരോരുത്തരുടെ കൈകളിലുമായിരുന്നു അമ്മ താമസിച്ചിരുന്നത്. ഏക് ദിൻ ഹമാരെ ഖന്തോമേ ആഗയി, അങ്ങനെ ഒരു ദിവസം ഞങ്ങളുടെ ചുമലിൽ വന്നു എന്ന് പറഞ്ഞാൽ അമ്മയുടെ സംരക്ഷണം ഞങ്ങൾ ഏറ്റെടുക്കേണ്ടതായി വന്നു. ധീരെ ധീരെ മഹ്സൂസ് കർണേലഖെ, അമ്മ പിന്നെ വൃഷഭ കന്തോമേ മാം കാ ബാരി ഹോന, പതുക്കെ പതുക്കെ ഞങ്ങൾക്ക് അനുഭവത്തിൽപ്പെടാൻ തുടങ്ങി. ഞങ്ങളുടെ ആ ദൃഢമായ ചുമലുകളിൽ അമ്മ ഒരു ഭാരമാണ് എന്ന്, അതായത് ഈ വാർദ്ധക്യാവസ്ഥയിൽ അമ്മയെ നോക്കുന്നതൊരു ഭാരമാണ് എന്ന് ഞങ്ങൾക്ക് തോന്നാൻ തുടങ്ങി. ജബ് തക് ജീവിത് രഹി മാം ഹം ബദൽത്തെ രഹേ അപ്നെ കന്ദേ, മാം ആഖിർ മാം ഹി തോ ഹേ, ബാർ ബാർ ഹമേं कंधे बदलते देख, हमारे कंधों से उतर गई माम, और माम के कंधों से उतरते ही उतर गए हमारे कंधे. എന്താ പറയുന്നത്? ജബ് തക് ജീവിത് രഹേ മാം, ഏതുവരെയാണോ അമ്മ ജീവിച്ചിരുന്നത്, ജബ് തക് ഏതുവരെ, ജീവിത് രഹി മാം ജീവിച്ചിരുന്നു അമ്മ, ഹം ബദൽത്തെ രഹേ ഞങ്ങൾ മാറ്റിക്കൊണ്ടേയിരുന്നു, ബദൽന മാറ്റുക, ബദൽത്തെ രഹേ ഞങ്ങൾ മാറ്റിക്കൊണ്ടേയിരുന്നു, അപ്പിനെ കന്തേ തൻ്റെ ചുമലുകളെ, മേം ആഖിർ മാം ഹി തോ ഹേ, എന്തായാലും ആഖിർ എന്ന് പറഞ്ഞാൽ വാക്കർത്ഥം അവസാനമെന്ന്, എന്ത് തന്നെയാണെങ്കിലും അമ്മ തന്നെയല്ലേ എന്നാണ് അതിൻ്റെ അർത്ഥം. മാം ആഖിർ മാം ഹി തോ ഹേ, എന്ത് തന്നെയാണെങ്കിലും അമ്മ തന്നെയല്ലേ. ബാർ ബാർ ഹമേं ഖന്തേ ബദൽത്തെ ദേഖ്, വീണ്ടും വീണ്ടും ഞങ്ങൾ ചുമലുകളെ മാറ്റുന്നത് കണ്ടിട്ട്, ഹമാരെ ഖന്തോം സേ ഉതർ ഗയി മാം, ഞങ്ങളുടെ ചുമലുകളിൽ നിന്നും ഇറങ്ങിപ്പോയി അമ്മ. ഉത്തർന ഇറങ്ങുക, ഇവിടെ ഉത്തർ ഗയി എന്ന് പറഞ്ഞാൽ ഇറങ്ങിപ്പോവുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മർ ഗയി എന്നാണ്, മരിച്ചു പോവുക എന്ന്. ഇത് എക്സാമിന് പലപ്പോഴും ചോദിക്കുന്നതാണ്. ഉദർ ഗയി എന്നതിൻ്റെ അർത്ഥം എന്താണ്? ഉദർ ഗയി എന്ന് പറഞ്ഞാൽ മർ ഗയി എന്നാണ് അർത്ഥം, മരിച്ചു പോവുക. തൻ്റെ ചുമലിൽ നിന്നും അമ്മ ഇറങ്ങിപ്പോയി എന്ന് പറഞ്ഞാൽ അമ്മ മരിച്ചുപോയി എന്ന്. അവർ മാം കെ കന്തം സെ ഉദർത്തെ ഹി, അമ്മ ഞങ്ങളുടെ ചുമലിൽ നിന്ന് താഴേക്ക് പോയതോടുകൂടെ, ഇറങ്ങിപ്പോയതോടുകൂടെ, അതായത് അമ്മ ഞങ്ങളുടെ സംരക്ഷണയിൽ നിന്ന് ഇറങ്ങി മരിച്ചു പോയതോടുകൂടെ തന്നെ, ഉദർക്കേ ഹമാരെ ഖന്തേ ഞങ്ങളുടെ ചുമലുകളും ബലഹീനമായി, ഞങ്ങളും എന്തായി, ബേസഹാരയോഗയും യാതൊരു ആശ്രയവുമില്ലാത്തവരും ആയി മാറി എന്നാണ് പറയുന്നത്. ജബ് തക് ജീവിത് രഹേ മാം, അമ്മ ഏതുവരെയാണോ ജീവിച്ചത്, അതായത് അമ്മയുടെ ജീവിതകാലം മുഴുവൻ ഞങ്ങൾ എന്ത് ചെയ്തു, ബദൽത്തെ രഹേ അപ്നെ കന്തേ, ഞങ്ങളുടെ ആ അമ്മയുടെ സംരക്ഷണ ചുമതല ഞങ്ങൾ മാറ്റിക്കൊണ്ടേയിരുന്നു, ഓരോരോ മക്കളായിട്ട് മാറ്റിക്കൊണ്ടേയിരുന്നു. മാം ആഹിർ മാം ഹി തോ ഹേ, എന്നിട്ട് പറയാണ്, അമ്മ എന്തു തന്നെയായാലും അമ്മയല്ലേ. ബാർ ബാർ ഹമേं കന്തേ ബദൽത്തെ ദേഖ്, ഹമാരെ കന്തം സേ ഉദർ ഗയി മാം, വീണ്ടും വീണ്ടും ഓരോരുത്തരായിട്ട് തൻ്റെ ആ സംരക്ഷണ ചുമതല മാറ്റിക്കൊണ്ടിരിക്കുന്നത് കണ്ടിട്ട് ഞങ്ങളുടെ ചുമലുകളിൽ നിന്നും അമ്മ ഇറങ്ങിപ്പോയി. അതായത് അമ്മയെ നോക്കുന്ന പ്രയാസം അമ്മ മനസ്സിലാക്കിയിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങളുടെ അമ്മ ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയി. അവർ മാം കെ കന്തോം സെ ഉദർത്തെ ഹി, അമ്മ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയതോടുകൂടി ഞങ്ങൾ എന്തായി, ഉദർക്കേ ഹമാരെ കന്തേ ഞങ്ങളുടെ ചുമലും ഇറങ്ങിപ്പോയി എന്ന് പറഞ്ഞാൽ ബേസഹാരെ ഹോഗയി, ഞങ്ങൾ ആശ്രയഹീനരായി മാറി.
വളരെ പ്രധാനപ്പെട്ട ഒരു സമകാലിക കവിത തന്നെയാണിത്. മക്കൾ മാതാപിതാക്കളെ വൃദ്ധസനത്തിലാക്കുകയും അവിടെ ഇരുന്ന് പോട്ട് പോലും തൻ്റെ മക്കൾക്ക് സുഖമാണോ എന്ന് അന്വേഷിക്കുന്ന അമ്മ. അതാണ് പറയുന്നത്, മാം ആഹിർ മാം ഹിത്തോ ഹേ. ഇത് വളരെ പ്രധാനപ്പെട്ട വരിയാണ്. എന്ത് തന്നെയാണെങ്കിലും അമ്മ അമ്മ തന്നെയല്ലേ. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അമ്മക്ക് ഏത് ബുദ്ധിമുട്ടിലും മക്കൾ സുഖമായിരിക്കണമെന്ന് ചിന്തിക്കുന്നവരാണ് അമ്മ. വളരെ മനോഹരമായി ഈ കവിത നമുക്ക് തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കാം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനാബിൾ ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതാണ്. ഹിന്ദിയുടെ ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും, അതായത് അക്ഷരങ്ങൾ, ചിഹ്നങ്ങൾ, എണ്ണങ്ങൾ, അതുപോലെ തന്നെ സർവ്വനാമങ്ങൾ, കാക്കേക്കിയുടെ പ്രയോഗം, സർവ്വനാമങ്ങളും വിഭക്തി പ്രത്യയങ്ങളും ചേരുമ്പോഴുണ്ടാകുന്ന വ്യത്യാസം, വിഭക്തി പ്രത്യയങ്ങൾ, അവയുടെ അർത്ഥങ്ങൾ എല്ലാം തന്നെ എൻ്റെ വീഡിയോസുകളിലുണ്ട്. അപ്പോൾ നിങ്ങൾക്കിഷ്ടമുള്ളത് നിങ്ങൾ ഹോം പേജിൽ പോയിട്ട് സെലക്ട് ചെയ്ത് കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.